കനകോലുവിനെ കേരളം തള്ളിക്കളയുന്നല്ലേ ഇവരൊക്കെ പറഞ്ഞത്. കനകോലു കൊണ്ടൊന്നല്ല, ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നമ്മൾ പരിഹസിക്കാതെ സാമാന്യ ബുദ്ധിയെ അല്ല, ജനങ്ങൾ അത് നേരത്തെ പറഞ്ഞ പോലെയാ. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഒരു കനകോല് വന്ന് രൂപപ്പെടുത്താൻ മാത്രം അവർ 10 കൊല്ലത്തെ ഭരണത്തെ അവരവരുടേതായ സാമാന്യ ജനങ്ങൾ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന്റെ CPM-ന്റെ പറയുന്നത് എന്താ? നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ എടുക്കേണ്ട പൊസിഷൻ അതായിരുന്നില്ല. അത് തെറ്റായ പൊസിഷൻ എടുത്തു. അതാണ് ശരി. ഒരു ഇങ്ങനെയുള്ള വളരെ ഫ്രോഡായിട്ട് വർഗീയത പറഞ്ഞ് നടക്കുന്ന ഒരാളോട് ഒരു നേതൃത്വം പാലിച്ചത് മോശമായി പോയി. നമുക്കൊരിക്കലും അവകാശങ്ങളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ നേടിയെടുക്കാൻ വയലന്റ് അല്ലാത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല. നമ്മൾ പറഞ്ഞു സോഷ്യൽ മെത്തേഡ്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ പലപ്പോഴും അവരുടെ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ അവരുടെ ഗോൾസും മെറ്റീരിയലൈസ് ചെയ്യാൻ ഇത് ഫെയിലിയർ ആവുന്നുണ്ട്. CJP എന്ന് പറയുന്നതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് ജനറിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജനറിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇന്ത്യയിലെ 20 ലക്ഷത്തോളം വരുന്ന സ്റ്റുഡൻസ് നേരിടുന്ന പ്രോബ്ലം, 22 ലക്ഷത്തോളം സ്റ്റുഡൻസ് നേരിടുന്ന പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് അതിന് അത്രയും ഒരു സോഷ്യൽ ഫ്ലോ കിട്ടിയത്. 1. 2, നമുക്ക് കിട്ടിയ അവകാശങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച ഒരു ഡിബേറ്റിൽ ഇരുന്ന് സംസാരിക്കാൻ നമുക്കുള്ള അവകാശങ്ങളും ജാതിഭേദം മതഭേദം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ നടത്തിയ വയലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനൊക്കത്തില്ല. 2. മൂന്നാമത്തെ കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു റൈറ്റ് ഇല്ല. നമുക്ക് ആർട്ടിക്കിൾ 19 പ്രകാരം പീസ്ഫുള്ളി അസംബ്ലി ചെയ്യാനും അസോസിയേഷൻ ഫോം ചെയ്യാനേ ഉള്ളൂ. അംബേദ്കറിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പ്രൊട്ടസ്റ്റ് അല്ല, അതൊരു പ്രൊട്ടസ്റ്റ് അല്ല. അംബേദ്കർ തന്നെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പ്രകാരം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ഉപയോഗിച്ച് മാത്രമേ സ്റ്റേറ്റിനെതിരെ ശബ്ദം ഉയർത്താൻ പാടുള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു വലതുപക്ഷ രാജ്യത്തിലോ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്തിൽ നമുക്കത് പൂർണ്ണമായിട്ടും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാൻ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയാനൊക്കത്തില്ല. ഇത് സാഹചര്യത്തിനനുസരിച്ചും ഏത് പ്രോബ്ലമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നതിനനുസരിച്ചും മാത്രമേ നമുക്ക് അതിന്റെ ഒക്കെ പറയുന്നറിയോ, അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടൊരു പൊളിറ്റിക്കൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അല്ലെ ഒരു ദിവസം രാവിലെ ഇതെല്ലാം ഈ വാല്യൂ സിസ്റ്റം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം സാധാരണക്കാരൻ ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. അതുവരെ നിഷേധിച്ച് അക്രമം പലപ്പോഴും ഗുണ്ടായിസായിട്ട് മാറുന്നുണ്ട് സമര രീതികൾ. ഇതൊന്നും കേരളത്തിൽ അനുവദിക്കേണ്ടാത്ത കാര്യങ്ങളാണ്. സോ നമുക്കൊരു സമരം എപ്പോഴും അക്രമം ചെയ്ത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിന് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിഷേധിച്ചല്ല ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു മാറ്റം എന്ന രീതിയിൽ, ഒരു പുതിയ രീതി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയക്ക് വളരെ വലിയൊരു പ്രാധാന്യം ഈ ഒരു വിഷയത്തിൽ നടപ്പാക്കാൻ പറ്റും. ഈ സഖാവ് പറഞ്ഞു, ആ സാറ് പറഞ്ഞു, തല്ലുകൊണ്ട് ഞങ്ങൾ ജയിലിൽ കിടത്തിട്ടുണ്ട്, തല്ലുകൊണ്ടെന്ന്. അപ്പൊ ഈ സമരത്തിന് പോണ പിള്ളേർക്ക് ഒരു പ്രചോദനമാണ്. അതായത് തല്ലുകൊള്ളണം, സമരം അക്രമാസക്തമായാൽ മാത്രമേ അവർക്ക് നേതാവാൻ പറ്റുള്ളൂ. ഇത് സമരത്തിന് പോണ പിള്ളേർക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതിനുവേണ്ടി അവർ ഇച്ചിരി മുൻകൈ എടുക്കും. പിന്നെ ഏത് സമരവും പ്രശ്നം ഉണ്ടാവണമെന്നിരിക്കുമ്പോൾ നേതാക്കന്മാരെ ഇടപെട്ടാൽ ആ സമരം അക്രമാസക്തമാവേണ്ടിയിരിക്കും. അതിന് നേതാക്കന്മാർ പല സമരങ്ങളും കണ്ണടക്കുകയാണ്. ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെയാണ് പല സമരങ്ങളും. എനിക്ക് കാണാൻ പറ്റിയൊരു സമരം 2-3 നേതാക്കന്മാർ അവിടെ നിന്നിട്ടും ആ നേതാക്കന്മാർ മാറി നിന്നു. സമരം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പോലീസുകാർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ചെല്ലണേ. ഇവർ ആദ്യം ഇടപെട്ടായിരുന്നെങ്കിൽ ആ സമരം തീർന്നേനെ. അങ്ങനെ പല കാര്യങ്ങളും നേതാക്കന്മാർ കണ്ണടക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെയല്ല, ആ സഹോദരൻ പറഞ്ഞ കൂട്ട് യാത്രക്കാരെ ചുമ്മാ ദുരിതപ്പെടുത്തുള്ളൂ. വെറുതെ ബസ് തടഞ്ഞും ഓട്ടോറിക്ഷ തടഞ്ഞും ഇറക്കി വിട്ടും ആ സാറ് പറഞ്ഞ കൂട്ട് വെറുതെ കടയടച്ചും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ ഭാഗത്തേക്ക് സമരം ചെയ്ത് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ആത്യന്തികമായ ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.